രണസ്മരണകൾ പുതുക്കി ഓച്ചിറക്കളിക്ക് തുടക്കം. കളരികളിൽ ആചാരങ്ങളോടെ കളരി പൂജയും കാഴ്ചക്കളിയും നടത്തി 1 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയാണ് കളിസംഘങ്ങൾ പടപ്പുറപ്പാട് നടത്തുന്നത്. ഓണാട്ടുകരയിലെ യോദ്ധാക്കളുടെ പോരാട്ട വീര്യം പൂർണ്ണമായി പരബ്രഹ്മഭൂമിയിൽ സമർപ്പിച്ച് തിങ്കളാഴ്ച ഓച്ചിറക്കളി സമാപിക്കും. ഓച്ചിറക്കളിയോട് അനുബന്ധിച്ചുള്ള കാളച്ചന്തയും കന്നുകാലി കാർഷിക പ്രദർശനവും 17 മുതൽ 19 വരെ പടനിലത്ത് നടക്കും. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട ഓണാട്ടുകരയിലെ 52 കരകളിൽ നിന്ന് 400-ലധികം കളിസംഘങ്ങളാണ് ഓച്ചിറക്കളിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ 7-ന് ഓച്ചിറക്കളിയുടെ വിളംബരമായി പടനിലത്ത് പതാക ഉയർത്തി. അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഓച്ചിറക്കളി ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ പ്രത്യേക വേഷവിധാനങ്ങളോടെ തലപ്പാവ് ധരിച്ച് ആയുധങ്ങളേന്തിയ യോദ്ധാക്കൾ ഘോഷയാത്രയായി പരബ്രഹ്മഭൂമിയിലെത്തി. പരബ്രഹ്മത്തെ വണങ്ങിയ ശേഷം കളിയാശാന്മാർക്ക് ദക്ഷിണ നൽകി യോദ്ധാക്കൾ പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളരികളിൽ അഭ്യസിച്ച അടവുകളും ചുവടുകളും പ്രത്യേക വായ്ത്താരിയോടെ പ്രദർശിപ്പിച്ചു. ഉച്ചയ്ക്ക് പടനിലത്ത് ശംഖുനാഥം മുഴങ്ങിയതോടെ കളിസംഘങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഓഫീസിനു മുന്നിൽ അണിനിരുന്നു. ഋഷഭവീരന്മാരുടെയും വിവിധ വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയുള്ള കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് ആൽത്തറകൾ, എട്ടുകണ്ടം, ഒണ്ടിക്കാവ്, തകിടിക്കണ്ടം, ഗണപതി ആൽത്തറ, മഹാലക്ഷ്മിക്കാവ് എന്നിവിടങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം ക്ഷേത്ര ഭരണസമിതി ഓഫീസിനു മുന്നിലെത്തി കിഴക്കും പടിഞ്ഞാറും 2 കരകളായി പിരിഞ്ഞു. തുടർന്ന് 2 കരക്കാരും 8 കണ്ടത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് കരകളിൽ നിന്ന് കരകളി നടത്തി. കരഘോഷയാത്ര 8 കണ്ടത്തിന്റെ മധ്യഭാഗത്തേക്ക് എത്തിയ ശേഷം ഇരുകരകളിലെയും പടത്തലവന്മാരും കരനാഥന്മാരും 8 കണ്ടത്തിന്റെ മധ്യഭാഗത്തെത്തി കര പറഞ്ഞ് ഹസ്തദാനം നടത്തി. ഇതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 കണ്ടത്തിലിറങ്ങി അംഗം കുറിച്ച് പോരാട്ടം ആരംഭിച്ചു. കൈലാസനാഥൻ കുടികൊള്ളുന്ന ഓച്ചിറമണ്ണ്. ഈ ഓച്ചിറമണ്ണെന്ന് പറയുമ്പോൾ കുന്നും മലയും മഞ്ഞും മഞ്ഞുകൂട്ടി പക്ഷികളും കാടും കാട്ടരുവികളും കാട്ടാനകളും കേരവൃക്ഷങ്ങളും അടങ്ങുന്ന നെൽപ്പാടവും അടങ്ങിയ സുന്ദര കേരളം. അതിന്റെ മണ്ണാണ് ഓച്ചിറമണ്ണ്, ഓണാട്ടുകര മണ്ണ്. 2 കരകൾ ചോദിച്ച് യുദ്ധം പ്രാപിക്കുന്ന ഒരു കല ഈ ലോകത്ത് എന്നുമില്ല ഞങ്ങളുടെ ഓച്ചിറമണ്ണിനെ ഉള്ളത്. പിന്നീട് തകിടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. നാളെ തുടർ പോരാട്ടം നടത്താമെന്ന് വാഗ്ദാനം നൽകി ക്ഷേത്രകുളത്തിൽ സ്നാനം നടത്തി പിരിഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30-ന് ഓച്ചിറക്കളി തുടരും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.